സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് വേറെയൊന്നും അല്ല, നമ്മുടെ മഞ്ജു പത്രോസിന്റെ സബ്സ്ക്രിപ്ഷനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. വളരെ മോശമായ കാര്യം തന്നെയാണ്. കാരണം മഞ്ജു പത്രോസ് ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കളിയാക്കി വിട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷൻ്റെ പേരിൽ അഴിഞ്ഞാടുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ കളിയാക്കി വിട്ടിട്ടുണ്ട്. അത് മാത്രവുമല്ല, അവർക്കെതിരെ പല സമയങ്ങളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു പത്രോസ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. എന്തിനധികം പറയുന്നത്, ഈ ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധിക്കെതിരെ പോലും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അന്നും ഇന്നും പറയുന്നു, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പരിപാടി ഇത് രേണു സുധി ആയാലും അതുപോലെ മഞ്ജു പത്രോസ് ആയി കഴിഞ്ഞാലും വളരെ മോശം തന്നെയാണ്. അതായത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മമാരാണ്, ആൺമക്കളുടെ അമ്മമാരാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രോത്സാഹനം കൊടുത്തതിന് ഇപ്പം നാളെ പല ടീമുകളും വന്ന് പറയുന്നത് മഞ്ജു പത്രോസ് വരെ ഇതിൻ്റെ അകത്തില്ലേ, അതുമാത്രവുമല്ല മറ്റു പലരും ഇല്ലേ, പിന്നെ നമുക്ക് എന്താണൊരു പ്രശ്നം? അങ്ങനെ അവരും കൂടി കയറിയിട്ട് ഇവിടെ കാണാൻ പോകുന്ന പൂരം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്കും ആൺമക്കൾ ഉള്ളതാണ്, പ്രായപൂർത്തിയായ ആൺമക്കൾ ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ മകനെ വരെ നിങ്ങൾ സൂക്ഷിക്കേണ്ടി വരും ഇങ്ങനെ ആകുമ്പോഴേ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങൾ സത്യമുള്ള ആളാണെങ്കിൽ മഞ്ജു പത്രോസ് ഈ പരിപാടിയിൽ നിന്നും, അതായത് ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയിൽ നിന്നും മാറി നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കും കിട്ടട്ടെ പണം, എല്ലാവരും പണം ഉണ്ടാക്കുന്നു, അപ്പോൾ എനിക്കും കിട്ടട്ടെ പണം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മാറണം, ആ ചിന്ത മാറണം. അതായത് എനിക്കും കിട്ടണ പണം, എൻ്റെ പണവും ഇങ്ങനെ വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇവിടെ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളന്ന് രേണു സുധിയെ പറഞ്ഞു, അതുപോലെ മറ്റുള്ളവരെ പറഞ്ഞു. നമ്മളെല്ലാവരും അതിനെതിരെ പോരാടുമ്പോഴേ നമ്മുടെ എല്ലാം മുന്നിലാണ് നിങ്ങൾ നിന്നത്. അപ്പോഴും നമ്മളെല്ലാവരും വിചാരിച്ചെന്താ അറിയാം, സബ്സ്ക്രിപ്ഷനെതിരെ പോരാടുന്ന ഒരു ധീര വനിതയാണ് നമ്മുടെ കൂടെയുള്ളത്, അതായത് നമ്മുടെ മഞ്ജു പത്രോസ് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നിങ്ങളുടെ നിലപാട് മാറ്റം, പണമാണ് മുഖ്യ ഭീകരം, പണമാണ് ബീഗിൽ എന്നാ പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, എല്ലാത്തിലും മുന്നിൽ പണമാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങളും കൂടി അതിൻ്റെ ഭാഗമായപ്പോഴേ പുച്ഛമല്ല തോന്നിയത്, നിങ്ങളോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറുപ്പാണ് തോന്നിയത്. അതായത് മറ്റുള്ളവരെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും പണം ഉണ്ടാക്കാനും വേണ്ടിയിട്ടുമാണ് ഈ ഒരു സംഭവം എടുത്തതെങ്കിൽ നിങ്ങൾ പറയുന്നൊരു കാര്യം മറ്റേതൊന്നും ഇവിടെ കിട്ടത്തില്ല. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രിപ്ഷൻ എടുക്കണം, എൻ്റെ പല കഥകളും പറയാനാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുകയാണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും തോന്നും, കാരണം എന്താണെന്ന് വെച്ചാൽ പണമാണ് എല്ലാവരെയും തെറ്റിക്കുന്നത്. ഒരുപാട് പണം ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ എന്തു വേണമെങ്കിലും ചെയ്യാനും എന്ത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് സബ്സ്ക്രിപ്ഷന്മാരുണ്ട് ഇവിടെ. എല്ലാ മലയാളികളും ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, മൊത്തത്തിലുള്ള മലയാളികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ള ഭ്രാന്ത് തുടങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ഭ്രാന്ത് തുടങ്ങിയത് വീട്ടമ്മമാർക്കാണ്. അവരുടെയൊക്കെ മക്കളുടെ പ്രായം ഒരു 18, 19, 20 വയസ്സാണ്. ആ കുട്ടികൾ എന്തെങ്കിലും തരത്തിൽ നാളെ ഒരു ക്രിമിനലായി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മഞ്ജു പത്രോസിനെ പോലെയുള്ള ആൾക്കാർ ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ കൊടുത്തു ആ ഒരു പണത്തിന് വേണ്ടിയിട്ട്, ആ ഒരു തുച്ഛമായ പൈസയാണോ നിങ്ങൾക്ക് വേണ്ടത്? നാട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരില്ലേ, അതിലും കൂടുതൽ തുകകൾ ഇട്ട് തരില്ലേ? കാരണം എന്താ, മഞ്ജു പത്രോസ് അത്രമാത്രം ദാരിദ്ര്യത്തിലാണ്, അല്ലെങ്കിൽ പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ വലിയ കടത്തിലാണ്. ഇപ്പോഴും ജോലിയില്ല, ചെയ്യുന്ന ജോലിയാണെങ്കിൽ സീരിയലിൽ നിന്ന് വരുമാനമില്ല, ആരും ശമ്പളം തരുന്നില്ല, ഞാൻ പട്ടിണിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ജു പത്രോസിനെ ഒരിക്കലും മലയാളികൾ അങ്ങനെ സബ്സ്ക്രിപ്ഷനിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. മഞ്ജു പത്രോസ് എന്ന് പറയുന്നത് ഒരു അമ്മയാണ്, തൻ്റെ ഇടമുള്ള ഒരു അമ്മയാണ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നിങ്ങൾക്കും വേണ്ടത് പണം തന്നെയാണെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലായത്. അതായത് നിങ്ങളുടെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമാണ് നിങ്ങളുടെയൊക്കെ ലക്ഷ്യം. എല്ലാവർക്കും വേണ്ടത് പണം തന്നെയാണ്, എല്ലാവരും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് കഷ്ടപ്പെടുന്നത്. പക്ഷേ ഇന്നലെ നിങ്ങൾ വളരെയധികം വിഷമത്തോടു കൂടിയിട്ട് ഞാനും സബ്സ്ക്രിപ്ഷൻ തുടങ്ങുകയാണെന്ന് പറഞ്ഞപ്പോഴേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോഴേ എന്താണ് നിങ്ങളോട് പറയേണ്ടത്, അതായത് നിങ്ങളോട് ഏത് തരത്തിലാണ് പ്രതികരിക്കേണ്ടത് എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. അതായത് നിങ്ങൾക്ക് വലിയ വിഷമത്തോടു കൂടി നിങ്ങളെ ആരും നിർബന്ധിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തുടങ്ങിയില്ലേ ചേച്ചി, നിങ്ങളും തുടങ്ങൂ, എല്ലാവരും തുടങ്ങിയില്ലേ. നാളെ മുതൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനെതിരെ ഒരു പോരാട്ടമാണ്. അതായത് ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് എല്ലാവരും പറയുന്ന വാക്കാണ്. ഇതിനിടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ച നടക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഒരു ഉദ്ഘാടിക പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അവിടെ കാണിക്കാൻ വേറെ പലതും ഉണ്ട് എന്ന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവരൊന്നും കാണിക്കുന്നൊന്നുമില്ല, അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അവരൊന്നും കാണിക്കുന്നൊന്നുമില്ല. പക്ഷേ എന്താണ് പ്രശ്നം? എന്താ, അവിടെ എത്തിയിട്ട് 4 ഓട്ടം ഇങ്ങനെ ആക്കും, ഒരു 5 ഓട്ടം ഇങ്ങനെയാക്കും,
ഒരാറോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാക്കുമേ, ഇതാണ് പരിപാടി, വേറെയൊന്നുമില്ല. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. അവിടെ കാണിക്കാനുള്ള പ്രത്യേകത വേറെയുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ്, മഞ്ജു പത്രോസിനെ പോലെയുള്ള ആൾക്കാർ ഇതുപോലെയുള്ള കൂതറ പരിപാടികളിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്കിനി സീരിയൽ കിട്ടിയില്ല, സിനിമ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാറിയാ, അന്തസ്സായിട്ട് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്ത് ജീവിക്കുക. അതുപോലുള്ള ഒരു മഞ്ജു പത്രോസിനെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും നിങ്ങളുടെ അതായത് സുനിച്ചൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ നിങ്ങളുടെ ഇടയിൽ നിന്നും പോയി എന്നുള്ളത് കൊണ്ട് ഒരുപാട് നമ്മളെല്ലാവരും ചോദിച്ചാണ് എന്തുകൊണ്ടാണ് പോയത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊരു തോന്നിച്ചെന്താണെന്നറിയാം, നിങ്ങൾ ഒഴിവാക്കിയതായിക്കൂടെ. അതായത് ഇപ്പോഴും നിങ്ങളേക്ക് ചോദിക്കാനോ പറയാനോ ഒന്നും ആരുമില്ല. അതായത് സുനിച്ചൻ എന്ന് പറയുന്നവനൊന്നും ചോദിക്കത്തില്ല, മറ്റുള്ളവരൊന്നും ഒന്നും ചോദിക്കത്തില്ല. കാരണം എന്താ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഹാരം കഴിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരൊന്നും ഒന്നും പറയില്ല. പക്ഷേ എന്തിൻ്റെ പേരിലായാലും ശരി, അതായത് നിങ്ങളിനി പറയുന്നത് പോലെ അതിൻ്റെ അകത്ത് വേറെയൊന്നും നിങ്ങൾ ഇടില്ല, അതുപോലെ വേറെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും ശരി, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊക്കെ കണ്ടിരിക്കുന്നത് വളരെ മോശമായ കാര്യം തന്നെയാണ്. അതിൻ്റെ അകത്ത് ഒരാളും പതിവ്രതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി മഞ്ജു പത്രോസ് എത്രത്തോളം അതിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാലും ഒരു പ്രാവശ്യമെങ്കിലും മഞ്ജുവിൻ്റെ ആ ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും മഞ്ജുവിൻ്റെ മനസ്സ് തെറ്റും. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇങ്ങനെ പൈസ ഇങ്ങനെ വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലരും ആലോചിക്കുന്ന എന്താ അറിയുക, ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങാനുള്ള കുറച്ച് ആൾക്കാരെങ്കിലും നമ്മളുടെ ഇടയിൽ വേണം. കാരണം അതുപോലെ അഴിച്ച് ഇതാക്കാനും അതുപോലെ യുവാക്കളെ അടക്കം നശിപ്പിക്കാനുമുള്ള കഴിവ് ഇവറ്റകളൊക്കെ ഉണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് എങ്ങോട്ടോ ഒരു പോക്കാണ് പോകുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ. അതും ബുദ്ധി എന്താ പറയേണ്ടത്, ഒരു അമ്മ, ഒരു തൻ്റേടിയായ അമ്മ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. അത് വളരെയധികം മോശം തന്നെയാണ്. ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും നമുക്ക് പ്രോത്സാഹനം കൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു പത്രോസ് അതിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടുവാണെന്നില്ലെങ്കിലില്ലേ, നിങ്ങളുടെ മകൻ തന്നെ പറയും, അമ്മ ഇത് വേണ്ട, ഇവിടെ നിന്ന് നിങ്ങൾ പോകണം. കാരണം പൈസ നമുക്ക് പലതരത്തിലും ഉണ്ടാക്കാം. പക്ഷെ അതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്ത് കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക്. അതായത് നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾ മറ്റുള്ളവരെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവർക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അവരോടൊക്കെ മാപ്പ് ചോദിക്കുക. കാരണം എന്താ അറിയാ, നിങ്ങളും ഇപ്പോഴും അവരുടെ ഭാഗമാകാൻ പോവുകയല്ലേ. ആ ആൾക്കാരുടെ ഭാഗമല്ലേ എല്ലാവരും. ഇനി എല്ലാവരും കൂടി ഒരു യൂണിയനും കൂടി അങ്ങ് തുടങ്ങണം. അതാണ് വേണ്ടത്, സബ്സ്ക്രിപ്ഷൻ യൂണിയൻ എന്ന് പറഞ്ഞിട്ട്. അതിനുള്ള നേതാക്കന്മാരും കാര്യങ്ങളൊക്കെ ചില ആൾക്കാരുടെ തന്തമാരുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവുമില്ല, അങ്ങ് തുടങ്ങിയേക്കണം. അതല്ലേ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു 399 രൂപ അതിനു വേണ്ടിയിട്ടാണോ ഈ ഒരു പ്രഹസനം ചോദിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ദാരിദ്ര്യമുണ്ടോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവന്തിയോളം പണിയെടുത്തിട്ട് 10,000 രൂപ കൊണ്ട് മക്കളെ പോറ്റുന്ന അമ്മമാരുടെ ഒരു നാടാണ് നമ്മളത്. 10,000 രൂപ കൊണ്ട് അമ്മമാർ മക്കളെ പോറ്റുന്നുണ്ട്. അവിടെയാണ് മഞ്ജു പത്രോസ് എന്ന് പറയുന്ന ഒരു വലിയ നടി ദിവസം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10,000 വാങ്ങിക്കുന്ന ഒരു നടിയാണ്. ആ നടി പോലും ഇങ്ങനെയുള്ള ഇത് തുടങ്ങണമെങ്കിൽ അവരുടെ ആ ഒരു ഇത് കഷ്ടം.